വെൽക്കം ബാക്ക് ടു ചാരു സർക്കിൾ. ഇന്ന് നമ്മൾ ഗ്ലാസ് ബോട്ടിൽ ഗ്ലാസ് പെയിൻറ്റിങ് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തന്നെ പെയിൻറ്റിംഗ് ഒന്നും അറിയണമെന്നും പോലും ഇല്ല. അപ്പോൾ അതിനായിട്ട് ഒരു 3D ഔട്ട്ലൈനറും കുറച്ച് പ്രൈമറി ഗ്ലാസ് പെയിൻറ്റിങ്സും മാത്രം മതിയാകും. പിന്നെ ഒരു ഗ്ലാസ് ബോട്ടിലും വേണം. അത് റൗണ്ട് ഷേപ്പിലാണെങ്കിൽ കൂടുതൽ ഭംഗിയുണ്ടാകും. നമ്മൾ ചെയ്യുന്ന ഡിസൈൻ അനുസരിച്ചുള്ള ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി ഉണക്കി എടുത്തു വച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു 3D ഔട്ട്ലൈനർ. ഇത് ഫെവിക്രിലിന് 3D, അതായത് മെറ്റാലിക് ഗോൾഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ തുണിയിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലിറ്റർ ടൈപ്പ് 3D ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടുതൽ കിട്ടുന്ന അതേ 3D ഔട്ട്ലൈനറാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് പെയിൻറ്റിന് കൂടെ തന്നെ ട്യൂബ് ടൈപ്പ് കിട്ടും. അത് ബ്ലാക്ക്, സിൽവർ, ഗോൾഡ് ഒക്കെ കിട്ടും. അത് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ ഗ്ലാസ് ബോട്ടിലും നമ്മൾ എന്താണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വരച്ചെടുക്കാം. മെറ്റാലിക് ഗോൾഡ് കൊടുക്കുമ്പോൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അതാണ് കൂടുതൽ ഭംഗിയാവുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ്, ബട്ടർഫ്ലൈസ്, ലീവ്സ് ഒക്കെ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ചെയ്യുമ്പോൾ ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ വേണം ഡിസൈൻ ചെയ്യാൻ. കാരണം ഗ്ലാസ് പെയിൻറ്റ് ലിക്വിഡ് ഫോമിലാണ്, അതായത് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒലിച്ചിറങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ വേണം ഡിസൈൻ ചെയ്യാൻ. ഇവിടെ ഇപ്പം ഞാൻ ബട്ടർഫ്ലൈയും കുറച്ച് ലീവ്സും ചെയ്തെടുക്കുകയാണ്.
മൊത്തത്തിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഇഷ്ടമനുസരിച്ചുള്ള ഡിസൈൻസ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബട്ടർഫ്ലൈസ്, ലീവ്സ്, ഫ്ലവേഴ്സൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് മതിയാവും. ഫാനിൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. എന്നിട്ട് നമുക്ക് ഗ്ലാസ് പെയിൻറ്റിങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവരുത്. ഡിസൈൻ ചെയ്യുമ്പോൾ ഗ്ലാസ് പെയിൻറ്റിങ് ലിക്വിഡ് ബേസ് ആയതുകൊണ്ട് ഒലിച്ചിറങ്ങി പോകാൻ ചാൻസ് കൂടുതലുണ്ട്. ഇപ്പം നമ്മൾ ഔട്ട്ലൈൻ ചെയ്തത്, അതായത് ലൈനർ ഉപയോഗിച്ച് ഔട്ട്ലൈൻ ചെയ്ത് മൊത്തം ഡിസൈൻ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ലീവ്സിനായിട്ട് ഗ്രീൻ കളർ കൊടുക്കുകയാണ്. ഇവിടെ ഗ്രീൻ കളർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ബബിൾസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ബബിൾസൊക്കെ പോയി കിട്ടും. ഇപ്പോൾ ഗ്രീൻ കളർ കൊടുത്തു. അപ്പോൾ അത് ബബിൾസ് ഉണ്ട്. അപ്പോൾ ആ ബബിൾസ് ഞാനൊന്ന് ടച്ച് ചെയ്ത് ആ ബബിൾസ് പൊട്ടിച്ചു കൊടുക്കുകയാണ്. ഒരു ബ്രഷ് കൊണ്ട് ആ ഒരു എന്താ പറയുക, ലിക്വിഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഇപ്പം നമ്മൾ ഗ്രീൻ കളറ് ലീവ്സിന് കൊടുത്തു കഴിഞ്ഞു. ഇത് ഫാൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഓരോ ഡിസൈൻ പെട്ടെന്ന് തന്നെ ഗ്ലാസ് പെയിൻറ്റ് ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ചെയ്യാൻ പോണത് ബട്ടർഫ്ലൈക്കുള്ള കളർ കൊടുക്കുകയാണ്. അത് ഇവിടെ റെഡ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ യെല്ലോ, അതുപോലെ തന്നെ മജന്ത ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ ഒരല്പം ലിക്വിഡ് ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓരോ കളേഴ്സ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഡ്രോപ്പായിട്ട് കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പം ഞാൻ യെല്ലോ കൊടുക്കുകയാണ്. അപ്പോൾ റെഡ് കൊടുത്തു, യെല്ലോ കൊടുക്കുന്നു. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫേസ്ബുക്കിൽ പേജ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റയിലും പേജ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിച്ചേ. അപ്പോൾ അത് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിലൂടെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈസ് ഒക്കെ ചെയ്ത് കൊടുത്തു. അതിൽ നമ്മൾ റെഡ്, യെല്ലോ കളറ്, മജന്ത ഒക്കെ മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കണം. അപ്പോൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതുപോലെ മറ്റൊരു ബട്ടർഫ്ലൈ ആണ് ഈ കാണുന്നത്. ഇതിലും ഞാനിവിടെ ബ്ലൂ, മജന്ത, യെല്ലോ ഒക്കെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പം പ്രത്യേക ഒരു ഭംഗി കിട്ടും. ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ 3 കളേഴ്സാണ് ഞാൻ ഈ ബട്ടർഫ്ലൈക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടമനുസരിച്ച് കളേഴ്സൊക്കെ മിക്സിങ് നമുക്ക് നോക്കാം. അപ്പോൾ കൂടുതൽ ഭംഗി വരും. ഇപ്പം നമ്മൾ മൊത്തത്തിൽ കളർ ചെയ്തു. ഫാനിൻ്റെ മുന്നിൽ വെച്ച് ഒരു 5 മിനിറ്റ് മതിയാകും. നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഒട്ടും കട്ടി ഇല്ലാതെ വേണം നമ്മൾ ഗ്ലാസ് പെയിൻറ്റ് ചെയ്തെടുക്കാൻ. ഒട്ടും കട്ടി കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഡ്രൈ ആവാൻ കുറേ സമയം എടുക്കും. ഇപ്പം നമ്മൾ ഡിസൈൻസിലെല്ലാം ഗ്ലാസ് പെയിൻറ്റ് ഫില്ല് ചെയ്തു. കാണാൻ നല്ല ഭംഗിയല്ലേ? പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.